നമസ്കാരം. നാമാവശേഷമായ വയനാടിനെ ആശ്വസിപ്പിക്കാനും നേരിട്ട് ദുരന്തബാധിതരെ കാണാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ കേരളം കാത്തിരിക്കുന്നത് പ്രധാനമന്ത്രി എന്ത് പ്രഖ്യാപിക്കുമെന്നാണ്. അതുതന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. രാഷ്ട്രീയ ചേരിപ്പോരുകൾക്കിടയിൽ പ്രധാനമന്ത്രിയുടെ വരവിനെ ഇരുകൈയും നീട്ടി സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു. വയനാട്ടിലെ ചൂരൽമലയും മുണ്ടക്കയും പൂർവ്വസ്ഥിതിയിലാക്കാൻ കേന്ദ്രം മുൻകൈയെടുത്താലേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ വരവ് ആശ്വാസമാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രധാനമന്ത്രിയുടെ വരവേൽപ്പാണ്. പ്രധാനമന്ത്രി വരുന്നതോടെ സർക്കാർ ധനസഹായത്തിലായിരിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വയനാട്ടിൽ നഷ്ടപരിഹാരത്തിനും പുനരധിവാസത്തിനുമായി സർക്കാരിന് വേണ്ടത് 1000 കോടിയോളം രൂപയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെയും സാലറി ചാലഞ്ചിലൂടെയും പ്രതീക്ഷിക്കുന്നത് 500 കോടിയാണ്. ബാക്കി 500 കോടി കേന്ദ്ര സഹായം ഉറപ്പില്ലാത്തതിനാൽ ബജറ്റിൽ നിന്ന് തന്നെ കണ്ടെത്താനാണ് ആലോചന. വയനാട് സമഗ്ര പാക്കേജിന് വേറെ പണം കണ്ടെത്തണം. ദുരിതാശ്വാസ നിധിയിലേക്ക് പണമായും വാഗ്ദാനമായും 50 കോടിയോളം രൂപയാണ് എടുത്തിട്ടുള്ളത്. സാലറി ചാലഞ്ചിലൂടെ 350 കോടി പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും 5 ദിവസത്തെ ശമ്പളം നൽകിയാൽ 660 കോടി രൂപ ലഭിക്കേണ്ടതായുണ്ട്. പ്രളയത്തോടനുബന്ധിച്ച് സാലറി ചാലഞ്ച് വഴി 1246 കോടി രൂപയാണ് സർക്കാരിന് ലഭിച്ചത്. പൊതുജനങ്ങളിൽ നിന്ന് 230 കോടിയും കിട്ടി. ആകെ കിട്ടിയത് 4970 കോടി രൂപ. കോവിഡ് കാലത്ത് സംഭാവനയായി കിട്ടിയതാകട്ടെ 1129 കോടി രൂപയും. എന്നാൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഈ സംഭാവനയിൽ സമാനമായ ഒരു ഒഴുക്കില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് സുതാര്യമല്ല എന്നത് മുതൽ കോവിഡും പ്രളയ ഫണ്ടും അർഹതപ്പെട്ടവർക്ക് നൽകിയില്ല എന്ന വിവാദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ ആളുകൾ നേരിട്ട് സഹായിക്കാനെത്തുന്ന കാഴ്ചയും ഒക്കെ തന്നെ നമുക്ക് കാണാം. പലരും നേരിട്ട് സഹായം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഉരുൾപൊട്ടലിൽ തകർന്ന മേപ്പാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ചയാണ് സന്ദർശനം നടത്തുന്നത്. പ്രതീക്ഷയോടെ തന്നെയാണ് വയനാട്ടുകാർ ഇതിനെ നോക്കിക്കാണുന്നത്. വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശനത്തിനായി എത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ശനിയാഴ്ച കണ്ണൂരിൽ വിമാനമിറങ്ങുന്ന മോദി ഹെലികോപ്റ്ററിലാണ് മേപ്പാടി പഞ്ചായത്തിൽ എത്തുകയെന്നാണ് വിവരം. മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങളെ മലവെള്ളം വിഴുങ്ങി ഒരാഴ്ച പിന്നിട്ടിട്ടും കേന്ദ്രമന്ത്രിസഭയിലെ മുതിർന്ന അംഗങ്ങളാരും എത്താതിരുന്നത് വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഇതെല്ലാം കണക്ക് കൂട്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വയനാട്ടിലെത്തുന്നത്. കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും മാത്രമാണ് ദുരന്തബാധിത മേഖലയിൽ എത്തിയത്. ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ടും പ്രധാനമന്ത്രി എത്താതിരുന്നതിൽ വിമർശനം ഉയരവെയാണ് മോദിയുടെ ഈ സർപ്രൈസ് സന്ദർശനം ഉണ്ടായിരിക്കുന്നത്. മോദിയുടെ വരവിൽ വയനാട് ദുരന്തത്തെ L3 വിഭാഗത്തിൽ ഉൾപ്പെടുത്തുമോ, കൂടുതൽ കേന്ദ്ര സഹായം കിട്ടുമോ എന്നൊക്കെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണത്തിന്റെ മാർഗരേഖ പ്രകാരം ദുരന്തങ്ങളെ 4 വിഭാഗങ്ങളായാണ് തരംതിരിച്ചിരിക്കുന്നത്. L0, L1, L2, L3 എന്നിങ്ങനെയാണത്. തദ്ദേശ ഭരണകൂടത്തിന് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ചെറിയ ദുരന്തങ്ങളെയാണ് പൊതുവെ L0 വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലാതലത്തിൽ കൈകാര്യം ചെയ്യേണ്ടവ L1 വിഭാഗത്തിലും സംസ്ഥാനത്തിന്റെ പങ്കാളിത്തത്തോടെ കൈകാര്യം ചെയ്യേണ്ടവ L2 വിഭാഗത്തിലുമാണുള്ളത്. കേന്ദ്രത്തിന്റെ പങ്കാളിത്തത്തോടെ പരിഹരിക്കേണ്ട വലിയ ദുരന്തങ്ങളാണ് L3 വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതീവ ഗുരുതരമായ ദുരന്തത്തെയാണ് ഈ L3 വിഭാഗത്തിൽ സാധാരണയായി ഉൾപ്പെടുത്തുന്നത്. ദേശീയ ദുരന്തം എന്ന സാങ്കേതിക പദം ദേശീയ ദുരന്ത നിവാരണ മാർഗരേഖയിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല. ആ സാഹചര്യത്തിലാണ് കേരളത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പറയുന്നത്. എന്നാൽ അതിന്റെ ആവശ്യം ഇപ്പോൾ ഇല്ല എന്നാണ് കേന്ദ്രം പറയുന്നത്. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പിന്നാലെ L3 വിഭാഗത്തിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ ഉൾപ്പെടുത്തുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത്. L3 വിഭാഗത്തിൽ ദുരന്തത്തെ ഉൾപ്പെടുത്തണമെന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാർ നടപടികളും ഒക്കെ ഇപ്പോൾ നോക്കിക്കാണുന്നത്. ഇക്കാര്യം രേഖാമൂലം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. L3 വിഭാഗത്തിൽ പെടുത്തിയാൽ നടപ്പാക്കാവുന്ന പുനരധിവാസ പാക്കേജിൽ ദുരന്തബാധിതരെ ഉൾപ്പെടുത്തും. തകർന്നു നിൽക്കുന്ന വയനാടിന് ഈ അവസരത്തിൽ അതൊരു കൈത്താങ്ങായി തന്നെ മാറുമെന്ന് മാത്രമല്ല വലിയൊരു ആശ്വാസമായിരിക്കുമെന്നാണ് സംസ്ഥാനത്തിന്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ സന്ദർശനം വയനാടിന് മാത്രമല്ല കേരളത്തിന് ഒന്നാകെ വലിയ നിർണായകമാണ്. ആ ദിവസത്തിന് വേണ്ടി, അതായത് ശനിയാഴ്ചയ്ക്ക് വേണ്ടി ഇപ്പോൾ കാത്തിരിക്കുന്നത് കേരളത്തിലെ ഓരോ മലയാളികൾ കൂടിയാണ്.